ഹല്ലേലൂയ ഹല്ലേലൂയ. അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടന്നിടുമേ തൻ ഭുജബലത്താൽ. അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടന്നിടുമേ തൻ ഭുജബലത്താൽ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശു അരുളി ചെയ്തു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. യോഹന്നാന്റെ സുവിശേഷം 7:37 കർത്താവ് അരുളി ചെയ്തു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്നും വിശുദ്ധാലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. കർത്താവേ, ദാഹമോടെ ഞങ്ങൾ ഞങ്ങളുടെ സന്നിധിയിലായിരിക്കുന്നു. അവിടുത്തെ ആത്മാവിന് വേണ്ടിയുള്ള ദാഹം, എൻ്റെ ആത്മാവ് അവിടത്തേക്ക് വേണ്ടി ദാഹിക്കുന്നു. അവിടുത്തെ ആത്മാവിന് വേണ്ടി ദാഹിക്കുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നില്ലെങ്കിൽ, അവിടുത്തെ പരിശുദ്ധാത്മാവ് കൂടെ ഇല്ല എങ്കിൽ, കർത്താവെ, ഞാൻ ഉണങ്ങി വരേണ്ട ഒരു നിലമാണ്. ജീവൻ നഷ്ടപ്പെട്ട, ജീവനില്ലാത്ത വെറും ഒരു ജഡമാണ്. ഓ പിതാവേ, അങ്ങയുടെ ആത്മാവിനെ ഈ പ്രഭാതത്തിൽ അവിടുന്ന് അയച്ചാലും ആധിപത്യങ്ങളെയും പ്രഭുത്വങ്ങളെയും തകർക്കുന്ന ഉന്നതത്തിൻ്റെ വലിയ ശക്തിയായി, അഭിഷേകമായി, ധൈര്യമായി ഹൃദയങ്ങളിൽ ഇറങ്ങി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തനം 63 തിരുവചനം, എൻ്റെ ദൈവമേ, അവിടുന്നാണ് എൻ്റെ ദൈവം, ഞാൻ അങ്ങയെ തേടുന്നു. എൻ്റെ ഹൃദയം അങ്ങയ്ക്ക് വേണ്ടി ദാഹിക്കുന്നു, എൻ്റെ ആത്മാവ് അങ്ങയ്ക്ക് വേണ്ടി ദാഹിക്കുന്നു. അങ്ങയെ കാണാതെ എൻ്റെ ശരീരം തളരുന്നു. ഉണങ്ങി വരേണ്ട ഭൂമി എന്ന പോലെ എൻ്റെ ശരീരം തളർന്നു പോകുന്നു. ഇത് അങ്ങയുടെ ആത്മാവിനെ അയച്ചാലും അവിടുത്തെ ശക്തിയെ പകർന്നാലും വചനത്തിലൂടെ ഞങ്ങളുടെ പാപങ്ങളെ കഴുകി വിശുദ്ധീകരിച്ച് തിരുരക്തതാ ഞങ്ങളെ കഴുകി ഞങ്ങളുടെ ആന്തരികമായ മുറിവുകളെ സുഖപ്പെടുത്തുവാൻ അങ്ങ് വിളിക്കുകയാണ് പരിശുദ്ധാത്മാവേ. ഇന്ന് പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുകയാണ്, ഈ അഭിഷേകം ഇന്ന് ലോകത്തിൽ ഇല്ലായിരുന്നെങ്കിൽ ഇതിനകം ലോകം നശിച്ച് തറ പറ്റിപ്പോകുവാൻ ഉറപ്പുള്ള കാര്യമാണ്. ഈ കേരളം പോലും കാണുമായിരുന്നു ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഈ അഭിഷേകത്തിൻ്റെ ശക്തി കൊണ്ട് നടത്തിയിട്ടുള്ള പ്രാർത്ഥനകൾ, ഒരു കാര്യം ഞാൻ പറയുകയാണ്, ദൈവത്തിൻ്റെ മുമ്പിൽ നടത്തപ്പെടുന്ന ഈ അഭിഷേകം വഴി നടത്തുന്ന ഓരോ പ്രാർത്ഥനകളും അത് കർത്താവ് സ്വീകരിക്കുക. ഒരിക്കലും കോട്ടയത്ത് ഒരു ശുശ്രൂഷ നടത്തപ്പെടുകയാണ്. ഏറ്റവും ഒരു ആ ശുശ്രൂഷ ചെല്ലുന്നതിന് മുമ്പേ സഹോദരന്മാർ വിളിച്ചു പറഞ്ഞു, അതേ ഇവിടെ 2-3 മാസം വരെ മഴയില്ല, വെള്ളമില്ല, നാളെ ഉണങ്ങി വരണ്ട് കിടക്കുകയാണ്. അതുകൊണ്ട് ഈ ശുശ്രൂഷ ഞങ്ങൾ വെക്കുന്നത് മഴയ്ക്ക് വേണ്ടിയാണ്. ഈ ശുശ്രൂഷ അത്ഭുതങ്ങളുടെ ജപമാല 3 ദിവസം ശുശ്രൂഷ വെച്ചിരിക്കുകയാണ്. ഏറ്റവും ടൗണിൽ ഒരു ഗ്രൗണ്ടിലാണ്. നിങ്ങൾക്കറിയാമോ, മൂന്നാം ദിവസം ശുശ്രൂഷ ആരംഭിച്ചതും ഇടിവെട്ടി മഴ പെയ്യാൻ തുടങ്ങി. ഭയങ്കരമായ മഴ. ഞങ്ങളിവിടെ അവരുണ്ടാക്കിയ പന്തൽ പോലും, ആ സ്റ്റേജിലെ പന്തൽ പോലും താഴെ പോകുന്ന അവസ്ഥയിൽ മഴ പെയ്തു. ആ മക്കൾ പറഞ്ഞു മഴ പെയ്യണം. കർത്താവ് മഴ ഇറക്കി. അവിടെ 3 മാസം മഴ പെയ്യാൻ സ്ഥലമാണ്. അപ്പൊ ദൈവത്തിനൊന്നും അസാധ്യമല്ല. ഈ അഭിഷേകം, സ്പിരിറ്റ് അഭിഷേകം, ദൈവലോകത്തിലേക്ക് അയച്ച അഭിഷേകമാണത്. യേശുവിനെ നയിച്ച അഭിഷേകം. ജോർദാൻ നദിയിൽ യേശു സ്നാനപ്പെട്ടപ്പോൾ യേശുവിലേക്ക് ഇറങ്ങി വന്ന പരിശുദ്ധാത്മാ അഭിഷേകം. എന്തുകൊണ്ടാണ് അന്ന് യേശുവിൽ പരിശുദ്ധാത്മാവ് കടന്നു വന്നത്? യേശു ജനിച്ചത് പരിശുദ്ധാത്മാവിലല്ലേ? അല്ലേ? കന്യാമരത്തിന് ഉദരത്തിൽ വചനവും പരിശുദ്ധാത്മാവും കൂടിച്ചേർന്നാണ് യേശു ജനിക്കുന്നത്. അപ്പൊ യേശു ദൈവമാണ്. ആ ദൈവമായ യേശു ക്രിസ്തു ഇതാ വീണ്ടും തൻ്റെ 30ാമത്തെ വയസ്സിൽ ജോർദാൻ നദിയിൽ സ്നാപക യോഹന്നാനിൽ സ്നാനം സ്വീകരിച്ചു. സ്നാനം സ്വീകരിച്ചപ്പോഴാണ് സ്വർഗം തുറക്കപ്പെടുന്നു. പരിശുദ്ധാത്മാവ് പ്രാപഞ്ചപുത്രൻ യേശുവിലേക്ക് ഇറങ്ങി വരികയാണ്. യേശുവിൽ വന്ന് നിറയുകയാണ്. എന്തുകൊണ്ടാണ് വീണ്ടും ദൈവം അപ്രകാരം ഒരു പരിശുദ്ധാത്മാവിനെ കൊടുത്തത്? യേശു ആത്മാവിൽ ജനിച്ചവനായിരുന്നല്ലോ. ആ ഇറങ്ങി വന്നതാണ് അഭിഷേകം. ഹല്ലേലൂയ.
അതിനുള്ള കുറിച്ച് വചനമുണ്ട്. ബുക്ക് ഓഫ് ആക്ട്സ് 10:38. നസ്രായനായ യേശുവിനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും ദൈവം എങ്ങനെ അഭിഷേകം ചെയ്തുവെന്നും അവൻ എപ്രകാരം നന്മ പ്രവർത്തിച്ചുകൊണ്ടും പിശാചിനാൽ പീഡിപ്പിക്കപ്പെട്ടവരെ സുഖപ്പെടുത്തിക്കൊണ്ടും ചുറ്റി സഞ്ചരിച്ചുവെന്നും നിങ്ങൾക്കറിയാം. ദൈവം അവനോട് കൂടി ഉണ്ടായിരുന്നു. വിശുദ്ധ പത്രോസിന്റെ പ്രസംഗമാണിത്. നസ്രായനായ യേശുവിനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും ദൈവം എങ്ങനെ അഭിഷേകം ചെയ്തുവെന്നും നിങ്ങൾക്കറിയാം. വ്യക്തമായിട്ട് പറയാണ്, നസ്രായനായ യേശു ക്രിസ്തുവിനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും ദൈവം അഭിഷേകം ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്പിരിറ്റിന് അഭിഷേകമാണെന്ന് പറഞ്ഞപ്പോഴും അത് യേശുവിനെ അഭിഷേകം എന്ന് പറഞ്ഞപ്പോഴേക്കും ചോദ്യം ചെയ്യലുണ്ടായി. യേശുവിനെ അഭിഷേകം ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു. വചനമല്ലേ പറയുന്നത് അഭിഷേകം ചെയ്തുവെന്ന്? അന്ന് യേശുവിലേക്ക് വന്ന അഭിഷേകമാണത്. പ്രാപിന്റെ ഇറങ്ങി വന്ന അഭിഷേകം അത് ദൈവത്തിന്റെ ശക്തിയായിരുന്നു. ആ ശക്തിയിലുകൊണ്ടാണ് 3 വർഷം യേശു അത്ഭുതങ്ങൾ പ്രവർത്തിച്ചത്, രോഗികളെ സുഖപ്പെടുത്തിയത്, മനുഷ്യരെ ഉയർപ്പിച്ചത്, പിശാചുക്കളെ പുറത്താക്കിയത്. ആ ശക്തി കൊണ്ടാണ്, അഭിഷേക ശക്തി കൊണ്ടാണ് ക്രൂശിൽ മരിക്കാൻ അവിടത്തേക്ക് ശക്തി ലഭിച്ചത്. ആ പരിശുദ്ധാത്മാ ശക്തിപ്പെടുത്തിയത് അഭിഷേകമാണ്. സഹനങ്ങൾ കടന്നു പോകാന്, പീഡ സഹിക്കാൻ, വേദന സഹിക്കുവാന്, കുരിശിൽ മരിക്കുവാന് യേശുവിനെ ശക്തിപ്പെടുത്തത് യേശു സ്വീകരിച്ച പരിശുദ്ധാത്മ അഭിഷേകമാണ്. ആ അഭിഷേകമാണ് കുരിശിൽ മരിച്ചപ്പോൾ യേശുവിന്റെ ആത്മാവിനെ നരകത്തിൽ ഇറക്കിക്കൊണ്ടു ചെന്നത്. തടവറയിൽ ചെന്ന് സുവിശേഷം പ്രസംഗിച്ച് അടിമകളെ മോചിപ്പിച്ചത് യേശു പ്രസംഗിച്ച അഭിഷേകമാണ്. ഹല്ലേലൂയ. മരിച്ചു യേശുവിനെ ഉയർപ്പിച്ചത് അതേ അഭിഷേകമാണ്. സ്വർഗ്ഗത്തിലേക്ക് പിതാവിനെ കൊണ്ടുപോയതും യേശുവിൽ വസിക്കുന്ന ആ ദൈവത്തിന്റെ അഭിഷേകം പരിശുദ്ധാത്മ ശക്തിയായിരുന്നു. പ്രിയപ്പെട്ടവരെ, കാലത്തിന്റെ പൂർണ്ണതയിൽ ദൈവം ആ അഭിഷേകത്തെ 2000 വർഷങ്ങൾക്ക് ശേഷം ഈ ഭൂമിയിലേക്ക് അയച്ചു. സ്പിരിറ്റ് ഇൻ ജീസസ് എന്ന പേരിലാണ് അത് അയക്കപ്പെട്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകത്തെ ദൈവം അയച്ചു, അതിന്റെ പേരാണ് സ്പിരിറ്റ് ഇൻ ജീസസ്. ഇതൊരു മനുഷ്യന് വിട്ട പേരല്ല. ഈ അഭിഷേകം ദൈവം എനിക്ക് തന്നു കഴിഞ്ഞപ്പോൾ 1988 കർത്താവിനെ അഭിഷേകം ചെയ്യുന്നു. അതിനുശേഷം എൻ്റെ ജീവിതം അത് ദൈവത്തിൻ്റെ ആത്മാവിലുള്ള ജീവിതമായിരുന്നു. നിരന്തരമായിട്ട് പ്രാർത്ഥിക്കാനുള്ള വലിയൊരു കൃപ ദൈവം എനിക്ക് നൽകി. ഈ മണ്ണിൽ, ഇവിടെയുള്ള ഭൂമിയിൽ ഓരോ സ്ഥലത്തോട് നടന്നുകൊണ്ട് എപ്പോഴും എൻ്റെ ഉള്ളിൽ പ്രാർത്ഥന മാത്രമാണ്. ഒരു വലിയൊരു ലഹരിയായിരുന്നു എനിക്ക്. പ്രാർത്ഥിക്കണം, എപ്പോഴും പ്രാർത്ഥിക്കണം. കർത്താവിനെ സഹായിച്ചു. അങ്ങനെയുള്ള പ്രാർത്ഥനകളിൽ ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കണ്ണുകൾക്ക് മുമ്പിൽ ഒരു പ്രകാശം അതിങ്ങനെ അക്ഷരങ്ങളായിട്ട് തെളിഞ്ഞു വരികയാണ്. ഞാനത് വായിക്കും, സ്പിരിറ്റ് ഇൻ ജീസസ്. അത് പല പ്രാവശ്യം ഞങ്ങൾ എഴുതി കാണിച്ചു. പല ദിവസങ്ങളിൽ ഞാൻ കണ്ടതാണത്. 2-3 പ്രാവശ്യം സ്പിരിറ്റ് ഇൻ ജീസസ്. ഞാൻ പേര് എഴുതി വെച്ചു കടലാസിൽ. എന്താണ് ഈ പേര്, എന്താണ് അതിൻ്റെ അർത്ഥം, എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ ഈ മണ്ണിലോട്ട് നടക്കുമ്പോൾ എൻ്റെ കാതിൽ ഞാൻ കേട്ടിട്ടുണ്ട്, ആരോ വിളിക്കുന്നു സ്പിരിറ്റ് ഇൻ ജീസസ്. ഞാൻ തിരിഞ്ഞു നോക്കിയിട്ട് ആരാണ് ഈ പറഞ്ഞത്? കണ്ടിട്ടില്ല ആരെയും, പക്ഷെ കേട്ടിട്ടുണ്ട്, ശബ്ദം കേട്ടിട്ടുണ്ട്. ആ സ്വർഗത്തിൽ നിന്ന് മയക്കപ്പെട്ട അഭിഷേകമാണ് ഇവരുടെ. പക്ഷേ ഈ സ്പിരിറ്റ് എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഈ പേര് പോലും സ്വീകരിച്ചില്ല. പക്ഷേ ഈ സൂര്യനെല്ലിയിലെ ഒരു കുർബാനയിൽ, ഒരു രാത്രി പ്രാർത്ഥനയിൽ 1 വർഷം കഴിഞ്ഞപ്പോൾ അവിടെ വിശുദ്ധ കുർബാന രാത്രി പ്രാർത്ഥനയാണ് ഈ മിനിസ്ട്രിയുടെ. അന്ന് മിനിസ്ട്രി ഒന്നുമില്ല, ഒരു പ്രാർത്ഥന കൂട്ടായ്മ മാത്രമേ ഉള്ളൂ. ഇവിടെ പ്രാർത്ഥന ശുശ്രൂഷ ആരംഭിച്ചു 89. അവിടെ പള്ളിയിൽ ഒരു കുർബാനയുടെ സമയത്ത് ഒരു പേപ്പറിൽ ഞാൻ എഴുതി സ്പിരിറ്റ് ഇൻ ജീസസ് എന്ന് എഴുതിക്കൊണ്ട് ആ കുർബാനയെ സമർപ്പിച്ചു, ബലിപദ്യയെ സമർപ്പിച്ചു. ആ പുരോഹിതന് അതിനുവേണ്ടി പ്രാർത്ഥിച്ചു, കർത്താവ് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നീട് എത്രയോ 20 വർഷങ്ങൾ കഴിയുമ്പോഴാണ് സ്പിരിറ്റ് ഇൻ ജീസസിൻ്റെ അർത്ഥം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്തത്. 20 വർഷങ്ങളെടുത്തു. അതൊരു അഭിഷേകമാണെന്നറിയാം, ശക്തിയാണെന്നറിയാം. പക്ഷെ വ്യക്തത ലഭിച്ചത് 20 വർഷത്തെ എനിക്ക് വിശുദ്ധീകരണം വേണ്ടി വന്നത് മനസ്സിലാക്കാനായിട്ട്. സ്പിരിറ്റ് ഇൻ ജീസസ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ സ്പിരിറ്റ് ഇൻ ജീസസ്, മലയാളം അർത്ഥം ഇതാണ്, യേശുവിലുള്ള ആത്മാവ് എന്നാണ്. നോട്ട് സ്പിരിറ്റ് ഓഫ് ജീസസ്, സ്പിരിറ്റ് ഇൻ ജീസസ്, യേശുവിലുള്ള ആത്മാവ്. യേശുവിലുള്ള ആത്മാവ് ആരാണ്? പരിശുദ്ധാത്മാവ്. അതാണ് സ്പിരിറ്റ് ഇൻ ജീസസ്. യേശു സ്വീകരിച്ച അഭിഷേകത്തെ 2000 വർഷങ്ങൾക്ക് ശേഷം ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ചു. സ്പിരിറ്റ് ഇൻ ജീസസ് എന്ന പേരിൽ വർഷങ്ങൾക്ക് ശേഷം ദൈവം മറ്റൊരു അഭിഷേകം ഭൂമിയിലേക്ക് അയച്ചു. അതാണ് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ അഭിഷേകം, പരിശുദ്ധ മറിയത്തിൻ്റെ അഭിഷേകം. ഈ മറിയത്തിൻ്റെ അഭിഷേകം സ്വീകരിക്കാൻ വേണ്ടിയിട്ട്
അനേക വർഷങ്ങൾ ഈ സ്പിഡിൻസിലൂടെ കർത്താവ് ഒരുക്കുകയായിരുന്നു ഈ അഭിഷേകം സ്വീകരിക്കുവാൻ വേണ്ടിയിട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കാലങ്ങൾ കഴിഞ്ഞു പോയ കാലങ്ങളിൽ സംഭവിച്ച കാര്യങ്ങൾ ലോകത്തോട് പറഞ്ഞാൽ ഗ്രഹിക്കാൻ സാധിക്കുന്നത്, വിശ്വസിക്കാൻ പറ്റില്ല. വലിയ കാര്യങ്ങൾ സംഭവിച്ചു. ഇവിടെ കർത്താവ് വലിയ വലിയ കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയങ്ങളിൽ വലിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. തൻ്റെ അഭിഷേകങ്ങളെല്ലാം അയച്ച് അതിനു വേണ്ടിയിട്ടാണ്. ഈ അഭിഷേകങ്ങൾ വളർത്തിയെടുക്കണം, വളരണം. നിരന്തരമായ പ്രാർത്ഥനയിലൂടെ വിലകൊടുപ്പിലൂടെ വളർത്തിയെടുക്കണം. ഒരുപക്ഷെ ഒരു തുള്ളി വെള്ളം, ഒരു തുള്ളി പാല് പോലെ ആയിരിക്കാം ഒരു അഭിഷേകം നമുക്ക് കിട്ടുന്നത്. നമ്മൾ വളർത്തിയെടുക്കണം. ഇപ്പം നമ്മൾ വിചാരിക്കുക അപ്പസ്തലന്മാരൊക്കെ പെന്തക്കോസ്തായിൽ അവരിലേക്ക് അഗ്നി പോലെ വന്നു. അവരൊക്കെ പിറ്റേ ദിവസം അവർ സ്റ്റാർട്ട് ചെയ്തു. അവരെന്തുകൊണ്ടാണ് അവർ പിറ്റേ ദിവസം സ്റ്റാർട്ട് ചെയ്തത്? പിറ്റേ ദിവസം പത്രോസ് അപ്പം തന്നെ പ്രസംഗം ആരംഭിച്ചില്ലേ? എന്തായിരിക്കും കാരണം എന്നറിയാമോ? 3 വർഷം അവർ എവിടെയായിരുന്നു? അതിന് മുമ്പ് യേശുവിൻ്റെ കൂടെയായിരുന്നു. അപ്പോൾ 3 വർഷം ഈശോയുടെ കൂടെയായിരുന്നു. ഈശോ അവരെ പരിശീലിപ്പിച്ചു, അവരെ വിശുദ്ധീകരിച്ചു, പഠിപ്പിച്ച് യോഗ്യരാക്കി മാറ്റി. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പെന്തക്കോസ്തായിൽ അവരിലേക്ക് അഗ്നി പോലെ ആത്മാവ് ഇറങ്ങി വന്നത്. ശക്തന്മാരായിട്ട് അവരെ പുറത്തേക്ക് വിട്ടു, ലോകത്തിലേക്ക് വിട്ടു. അപ്പോൾ യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചിട്ട് യേശു പരിസ്ഥിതി പ്രസംഗിക്കാൻ പോയില്ല. നമ്മൾ കണ്ടതാണ്. ലൂക്കാസ് സുവിശേഷം 4 നമ്മൾ വായിക്കുന്നു, 1 വായിക്കുന്നു. യേശു ആത്മാവ് നിറഞ്ഞവനായിട്ട് മാറി സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ. പക്ഷെ 40 ദിവസം യേശു പ്രാർത്ഥിച്ചു. നോക്കുക, യേശു ദൈവത്തിൻ്റെ പുത്രനാണ്, ദൈവമാണ്. എന്നിട്ട് യേശു 40 ദിവസം പ്രാർത്ഥിച്ചു. ഭക്ഷണം കഴിക്കാതെ ഉപവസിച്ചുകൊണ്ട് 40 ദിവസം പ്രാർത്ഥിച്ചു. അപ്പോഴേക്ക് ആത്മാവിൽ ശക്തനായിട്ട് മാറി കഴിഞ്ഞപ്പോഴാണ് യേശു പ്രഘോഷണമായിട്ട് ഇറങ്ങി പുറപ്പെട്ടത്. ഹല്ലേലൂയ. അപ്പോസ്തലന്മാരിലൂടെ അല്ലെ മുൻപ് പ്രവാചകന്മാരിലൂടെ ഒക്കെ ചെയ്ത പ്രവൃത്തികളെ ഈ അവസാന നാളുകളിലും കർത്താവ് മനുഷ്യരെ കൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നത്. തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത മനുഷ്യരെ ഉപയോഗിച്ചുകൊണ്ട് അവരെ വിശുദ്ധീകരിച്ച് ശക്തരാക്കി. കാരണം സാത്താനെതിരെയുള്ള ദൈവത്തിൻ്റെ പ്രതികാരമാണ്. തൻ്റെ സൃഷ്ടിയെ ആക്രമിച്ച്, തൻ്റെ സൃഷ്ടിയെ വഞ്ചിച്ച പിശാചിനെ നശിപ്പിക്കുവാൻ അതേ മനുഷ്യരെ തന്നെ ദൈവം തിരഞ്ഞെടുത്ത് ദൈവം ഉപയോഗിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ വിശ്വസ്ത ദൈവം ചോദിക്കും. നമ്മൾ ഓരോരുത്തരെയും സമർപ്പണം. ഈ അഭിഷേകത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തിന് വേണ്ടി യുദ്ധം ചെയ്യണം, പോരാടിക്കണം, ദൈവരാജ്യം വളർത്തണം. നഷ്ടപ്പെട്ടു പോയി നമ്മുടെ പൂർവ്വപിതാക്കന്മാരെ വീണ്ടെടുക്കണം, മോചിപ്പിക്കണം. അത് നമ്മളാണ് ചെയ്യേണ്ടത്. കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നു, ആത്മാക്കൾക്ക് വേണ്ടി കുർബാന ചൊല്ലി പ്രാർത്ഥിച്ചാൽ മാത്രം മതി, അവർക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പെന്തക്കോസ്തുകാർ പഠിപ്പിക്കുന്നു ആത്മാക്കളെ ഇല്ല, അവരൊക്കെ നഷ്ടപ്പെട്ടവരും അല്ലെങ്കിൽ ഒരു അവസാനം കാലം മുഴുകുമ്പോൾ മാത്രം രക്ഷപ്പെടുന്നവരാണ്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല. അപ്പോൾ 2 വിശ്വാസത്തിന് ഇടയിലാണ് ഈ ഒരു പുതിയ വിശ്വാസം വന്നിട്ടുള്ളത്. ആത്മാക്കൾ മനുഷ്യരെ സ്വാധീനിക്കുന്നുണ്ട്, അശുദ്ധാത്മാക്കളുണ്ട്. ഈ ബൈബിളിൽ പഠിപ്പിക്കുന്ന അശുദ്ധാത്മാക്കൾ മനുഷ്യ ആത്മാക്കളാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇത് പറയാൻ വേണ്ടി ഞാൻ പോയ അനേക ഇടങ്ങളുണ്ട്. സന്തോഷം കൊണ്ടാണ്. പക്ഷെ എല്ലായിടത്തും ചെന്നപ്പോൾ നിന്നെ ചതിക്കുക, കളിപ്പിക്കുകയാണ്, ശതം നുണയനാണ്, നുണ പറയുന്നതാണ്, അത് പിശാചാണ്. ആരും സ്വീകരിച്ചില്ല. പക്ഷെ അവർ സ്വീകരിച്ചില്ല എന്നുകൊണ്ട് എനിക്ക് സത്യം പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ എൻ്റെ പ്രഘോഷണം അവസാനിപ്പിച്ചില്ല. 2, നരകമെന്നൊരു വാക്ക് പറഞ്ഞുപോയി, ഭയങ്കര വിപ്ലവം ഉണ്ടായി, പേടിച്ചുപോയി. പിന്നീട് ആ വാക്ക് ഞാൻ മിണ്ടിയിട്ടില്ല. നരകത്തെക്കുറിച്ച് പറയാൻ ഭയമായിരുന്നു, മനുഷ്യ ഭയം, വേറൊന്നുമല്ല. കാരണം നരകമെന്ന് പറഞ്ഞാൽ അടയ്ക്കപ്പെട്ട അധ്യായമാണ്, പിന്നെ രക്ഷയില്ലാത്തൊരു ഭാഗമാണത്. അവിടെ രക്ഷയുണ്ടെന്ന് പറഞ്ഞാൽ പണ്ട് ഈ ദേവികുളത്ത് 998 ഇങ്ങനെ ആത്മാക്കൾ ഇങ്ങനെ നിരന്തരം വന്ന് അവർ മനുഷ്യരിൽ ആവസിക്കുകയാണ്. ധ്യാനിക്കാൻ വരുന്ന മനുഷ്യരിൽ അവർ ആവസിച്ചിട്ട് അവർ സംസാരിക്കാൻ കർത്താവ് അനുവദിക്കുകയാണ്. 89 ഈ സൂര്യനെല്ലിൽ വെച്ചാണ് ഏറ്റവും ആദ്യമായിട്ട് ഒരു സ്ത്രീയിൽ നിന്നും അശുദ്ധാത്മാ പുറത്തു പോകുന്നത്. അപ്പോൾ ആ സംഭവം കഴിഞ്ഞപ്പോഴേക്കും അവരെന്നെ ഒത്തിരിയേറെ ഭയപ്പെടുത്തി കളഞ്ഞു. കാരണം പിശാചുണ്ടെന്ന് എനിക്കറിയില്ല, അശുദ്ധാത്മാവെക്കുറിച്ചൊന്നും അറിയില്ല. ഞാൻ ഭയങ്കരമായിട്ട് ഭയന്നു പോയിരുന്നു. എനിക്ക് പിന്നീട് ശുശ്രൂഷ ചെയ്യാൻ ഭയമുണ്ടായിരുന്നു. പക്ഷെ കർത്താവിനെ ധൈര്യപ്പെടുത്തി എന്നെ മുന്നോട്ട് കൊണ്ടുപോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സ്ത്രീയുടെ ഭർത്താവ് വന്നിട്ടുണ്ട്, പറഞ്ഞു എന്നെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ വരണം. ശരി, ഞാൻ വരാമെന്ന് പറഞ്ഞു. 7 ദിവസം വരണം, 7 വെള്ളിയാഴ്ചകളിൽ. ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു തുടങ്ങി. ഉപസിച്ച് പ്രാർത്ഥിച്ചിട്ട് 5 വെള്ളിയാഴ്ച വീട്ടിൽ ചെന്നു. ഞാൻ ചെന്ന് പ്രാർത്ഥന ആരംഭിച്ചതും ഈ സ്ത്രീ ഓളിയിടുകയാണ്, നായ ഓളിയിടുന്ന പോലെ. ഭയങ്കര ശബ്ദം കേട്ടതും എൻ്റെ എല്ലാ ധൈര്യവും ചോർന്നുപോയി, ഭയന്നുപോയി. ഞാൻ പ്രാർത്ഥന നിർത്തി ഇറങ്ങിപ്പോയി ഇവിടുന്ന്. അടുത്ത വെള്ളിയാഴ്ച വരാമെന്ന് പറഞ്ഞു. അടുത്ത വെള്ളിയാഴ്ചയോടെ ചെന്നു. വെള്ളിയാഴ്ചയോടെ ചെന്നിട്ട് വീണ്ടും പ്രാർത്ഥന ആരംഭിച്ചപ്പോൾ വീണ്ടും ഇതാ ശബ്ദം. എൻ്റെ എല്ലാ ധൈര്യവും ചോർന്നുപോയി, ഞാൻ ഇറങ്ങിപ്പോയി. അടുത്ത വെള്ളിയാഴ്ച ചെല്ലുമ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവേ, ഇന്ന് ഇവരെന്നെ ഭയപ്പെടുത്തുകയാണെങ്കിൽ ഞാൻ ഇവിടെ വരില്ല. ഞാനിവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കുടുംബ, ഭാര്യ, ഭർത്താവ്, അവരുടെ മക്കളൊക്കെ ഉണ്ട്. ഒരു പ്രാർത്ഥന ആരംഭിക്കുന്നു. കുട്ടിമേ നിൽക്കുകയാണ്. കർത്താവിൻ്റെ ഒരു പ്രാർത്ഥനാ മുറിയിൽ
ഈ ഈശോയുടെ മാതാവിൻ്റെ രൂപങ്ങൾ വെച്ചിട്ടുണ്ട്, മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുക. ഈ സ്ത്രീ എന്തോ ശബ്ദം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നിയ നിമിഷം ഞാൻ ഇങ്ങനെ എൻ്റെ മനസ്സിൽ ഞാൻ പറയുകയാണ്, ഈശോയുടെ നാമത്തിൽ നിൻ്റെ നാവിനെ ഞാൻ ബന്ധിക്കുന്നു. എൻ്റെ മനസ്സിലാണ് ഞാൻ പറഞ്ഞത്, ആരും കേട്ടില്ല ഞാൻ പറഞ്ഞത്. യേശുനാമത്തിൽ നാവിനെ ഞാൻ ബന്ധിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ കുരിശ് വരച്ചു അന്തരീക്ഷത്തിൽ. ഈ സ്ത്രീയുടെ നാവിനെ കെട്ടിക്കൊണ്ട് കുരിശ് ഞാൻ വരച്ചു. ഇവരെന്നെ കാണുന്നൊന്നുമില്ല, ഞാൻ പുറകിലാണ് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു, സഹോദരി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ കണ്ണട നിൽക്കുകയാണ്. കുറച്ചു നേരമായിട്ടും അനക്കൊന്നും കേൾക്കുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കുക, ജോമാല ചൊല്ല്. അപ്പോൾ ഈ സ്ത്രീ സൈഡിലേക്ക് തിരിഞ്ഞ്, ഞാൻ പുറകെ നിൽക്കുകയല്ലോ, അപ്പം ഇങ്ങനെ സൈഡിലേക്ക് തിരിഞ്ഞിട്ട് എന്നെ കാണിക്കുകയാണ്. അപ്പോൾ ഇവരുടെ ഈ താടിയിൽ ചലിക്കുന്ന എനിക്ക് കാണാം, വായ തുറക്കാൻ പറ്റുന്നില്ല. ഞാൻ ബൈബിൾ എടുത്ത് കൊടുത്തു, ബൈബിൾ വായിക്കാൻ പറഞ്ഞു. പിടിച്ച് നോക്കിയിട്ട് ഇണ്ടാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ. അവിടെ ഇങ്ങനെ പറഞ്ഞു, ഈശോയുടെ നാമത്തിൽ നിന്റെ നാവിന് കെട്ടഴിയട്ടെ, തന്നെ സ്തുതിക്കാൻ മാത്രം കെട്ടഴിയട്ടെ എന്ന് ഒറ്റ പറച്ചിൽ. പെട്ടെന്ന് സ്ത്രീ ഉറക്കെ സ്തുതിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. അപ്പോൾ ഇതുപോലുള്ള ഒത്തിരിയേറെ കാര്യങ്ങൾ കർത്താവ് കാണിച്ചു തന്നു, പഠിപ്പിച്ചു. സംരക്ഷണത്തിൻ്റെ ആയുധങ്ങൾ ദൈവം തന്നു, വചനത്തിൻ്റെ ശക്തി മനസ്സിലാക്കി തന്നു. ഇതൊരു ഇന്ന് മനുഷ്യരെക്കുറിച്ച് പഠിപ്പിക്കുന്നത്, തലമുറയെക്കുറിച്ച് പഠിപ്പിക്കുന്നത് എവിടെയെങ്കിലും ഒരു കാര്യം പോലും വായിച്ചു കണ്ട കാര്യങ്ങളില്ല. സ്വന്തം ജീവിത അനുഭവങ്ങളാണ്. അനേകർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ നിരന്തരം നീണ്ട വർഷങ്ങൾ അത് ഈ കേരളത്തിന് പുറത്തൊക്കെ പോയി കഴിഞ്ഞാലും ഇതേ സംഭവങ്ങൾ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരുന്നു. അവിടെയെല്ലാം അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിച്ചുള്ള പ്രാർത്ഥനകളിൽ കർത്താവ് പഠിപ്പിച്ച ഓരോരോ മേഖലകളാണ് നിങ്ങളോട് പ്രസംഗിക്കുന്നത്. കാരണം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എവിടെയെല്ലാമാണ് സാത്താൻ കടന്നു വരുന്ന വഴികൾ ഒക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. ഇവിടെ അതുകൊണ്ട് ഇത് ഇളക്കമില്ലാത്ത, ആർക്കും മാറ്റാനാവാത്ത ദൈവത്തിൻ്റെ നിയമങ്ങളാണ് സുവിശേഷം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഇതൊരു മനുഷ്യനും പഠിപ്പിച്ച കാര്യങ്ങളല്ല, ദൈവത്തിന് ആത്മാവ് പഠിപ്പിച്ച, അഭിഷേകം പഠിപ്പിച്ച കാര്യങ്ങളാണ്. അത് ആര് വിശ്വസിക്കുന്നുവോ, ആര് സ്വീകരിക്കുന്നുവോ അവന് അനുഗ്രഹമുണ്ട്. യേശു ക്രിസ്തുവിനെ ദൈവം അഭിഷേകം ചെയ്തു, യേശുവിൽ അഭിഷേകമുണ്ട്. അഭിഷേകത്തെയാണ് ദൈവം ഇപ്പോൾ സമയത്തിൻ്റെ പൂർണ്ണതയിൽ ലോകത്തിലേക്ക് അയച്ചിട്ടുള്ളത്. ഇവിടെ വചനം പറയുകയാണ്, ഗലാത്യ 3:13 വചനം, ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിൻ്റെ ശാപത്തിൽ നമ്മെ രക്ഷിച്ചു. എന്നിട്ട് പറഞ്ഞ്, ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു. ആൾക്കാർ പറയും, കണ്ട വചനം കണ്ടോ, യേശു നമ്മളെ രക്ഷിച്ചതല്ലേ, പിന്നെ എവിടെയാ ശാപം? യേശു നമ്മളെ രക്ഷിച്ചത് വചനത്തിൽ വ്യക്തമായിട്ടുണ്ട്, ഇല്ലേ? വചനത്തിലില്ലേ? യേശു നമ്മളെ രക്ഷിച്ചു, പിന്നെന്താ ശാപത്തിൻ്റെ പ്രസക്തി? ഇപ്പം ശാപങ്ങളില്ല. പക്ഷെ ഇവിടെ പറഞ്ഞ വചനം പഠിക്കണം. എന്താ പറഞ്ഞിരിക്കുന്നത്? ക്രിസ്തു നമ്മളെ നിയമത്തിൻ്റെ ശാപത്തിന് രക്ഷിച്ചെന്നാ പറഞ്ഞു. വെറും ശാപമല്ല. എന്ത് ശാപമാണ്? നിയമത്തിൻ്റെ ശാപം. എന്നിട്ട് പറഞ്ഞ്, നിയമത്തിൻ്റെ ശാപം. എന്താണ് നിയമം എന്ന് പറയുന്നത്? ദൈവനിയമം. നിയമം ദൈവത്തിൻ്റെ നിയമമാണ്. ഇപ്പൊ നിയമത്തിൻ്റെ ശാപം, ദൈവത്തിൻ്റെ നിയമം വഴി വന്ന ശാപം. എന്താണ് ദൈവത്തിൻ്റെ നിയമം? കൽപ്പനകളാണ്. ദൈവത്തിൻ്റെ കൽപ്പനകൾ. ഈ കൽപ്പനകൾ നമുക്ക് നൽകപ്പെട്ടത് ദൈവത്തിൻ്റെ വചനത്തിലൂടെയാണ്. 10 കൽപ്പന, ഞാനാണ് നിന്റെ ദൈവം, അത് ദൈവത്തിൻ്റെ വചനമാണത്. അപ്പോൾ 10 കൽപ്പന എന്ന് പറയുന്നു, പക്ഷെ ദൈവവചനമാണ്, ദൈവത്തിൻ്റെ സ്വരമാണത്. അപ്പോൾ നിയമങ്ങൾ നമുക്ക് നൽകപ്പെട്ടത് ദൈവത്തിൻ്റെ വചനത്തിലൂടെയാണ്. ഇവിടെ ഈ വചനങ്ങൾ നമുക്ക് നൽകപ്പെട്ടത് നമ്മൾ അനുസരിക്കുവാനും നമുക്ക് ജീവൻ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. അപ്പോൾ ഈ വചനങ്ങൾ അനുസരിക്കാതെ വരുമ്പോൾ നമുക്കത് നാശമായിട്ട് മാറുക, മരണമായിട്ട് മാറുകയാണ്. അപ്പോൾ നിയമം വഴി വന്ന ശാപം എന്ന് പറയുന്നത് വചനം വഴി വന്ന ശാപമാണ്. ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. നിയമത്തിൻ്റെ ശാപം എന്ന് പറയുന്നത് വചനത്തിൻ്റെ ശാപമാണ്. എന്ന് പറഞ്ഞാൽ വചനം വഴി വന്ന ശാപം, ദൈവത്തിൻ്റെ വചനം വഴി വന്ന ശാപം. എങ്ങനെയാണ് ദൈവത്തിൻ്റെ വചനം വഴി ശാപം വരുന്നത്? ദൈവത്തിൻ്റെ വചനങ്ങളെ മനുഷ്യൻ അനുസരിക്കാതെ വന്നപ്പോൾ അത് പാപമായിട്ട് മാറി. ദൈവത്തിൻ്റെ വചനത്തെ നമ്മൾ അനുസരിക്കാതെ വരുമ്പോൾ അത് പാപമായിട്ട് മാറുന്നു. ഈ പാപത്തിൽ നിന്ന് പുറപ്പെടുന്നതാണ് ശാപം. ഈ തലമുറയിലുള്ള മനുഷ്യര് ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കാതെ, വചനം അനുസരിക്കാതെ ഒരു പാപം ചെയ്തു, അവരെ പാപത്തിൽ മരിക്കുന്നു. ആ പാപം അവരിൽ നിലനിൽക്കുക. അവിടെ കൊണ്ട് അവസാനിച്ചോ പാപം? ആ പാപം എങ്ങോട്ട് പോകും? അത് മക്കളിലേക്ക് പോവുകയാണ്. മക്കളിലേക്ക് ഇത് പാപമായിട്ട് പോകുന്നു. അതിൻ്റെ പരിണിതഫലമായ ഫലമാണ് ശാപം എന്ന് പറയുന്നത്. പിതാവിൻ്റെ പാപത്തിൽ നിന്ന് പുറപ്പെടുന്ന തിന്മയുടെ സ്വാധീനം, ശക്തിയാണ് ശാപം എന്ന് പറയുന്നത്.
നാശങ്ങളുണ്ടാക്കുകയാണ്, തകർച്ചകളുണ്ടാക്കുകയാണ്, ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ പറ്റാതെ വരികയാണ് ശാപത്തിൻ്റെ ഫലമായിട്ട്. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ തടസ്സപ്പെടുത്തുന്ന അശുദ്ധാത്മാക്കളുടെ പ്രവൃത്തിയാണ് ശാപം എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ തടസ്സപ്പെടുത്തുന്ന അശുദ്ധാത്മാക്കളുടെ പ്രവൃത്തിയാണ് ശാപം എന്ന് പറയുന്നത്. റോമാലേഖനത്തിൽ 7-ാമത്തെ അധ്യായം 8-ാമത്തെ വചനം, ബുക്ക് ഓഫ് റോമൻസ് 7:8. എന്നാൽ പ്രമാണം വഴി അവസരം കണ്ടെത്തി പാപം എല്ലാവിധ മോഹവും ജനിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞ്, എന്നാൽ പ്രമാണം വഴി അവസരം കണ്ടെത്തി പാപം എല്ലാവിധ മോഹവും എന്നിൽ ജനിപ്പിച്ചു. വീണ്ടും 10-ലെ വചനം പറയുകയാണ്, ഇങ്ങനെ ജീവന് വേണ്ടിയുള്ള പ്രമാണം എനിക്ക് മരണമായി തീർന്നു. ദൈവത്തിൻ്റെ വചനം ജീവന് വേണ്ടിയിട്ടുള്ളതാണ്. ജീവന് വേണ്ടിയുള്ള പ്രമാണം എനിക്ക് മരണമായി തീർന്നു. എന്തുകൊണ്ടെന്നാൽ പാപം കൽപ്പന വഴി അവസരം കണ്ടെത്തി എന്നെ ചതിക്കുകയും അതുവഴി എന്നെ കൊല്ലുകയും ചെയ്തു. ഇങ്ങനെ എന്നിട്ട് പറഞ്ഞ്, ഇങ്ങനെ ജീവന് വേണ്ടിയുള്ള പ്രമാണം എനിക്ക് മരണമായി തീർന്നു. ജീവന് വേണ്ടിയുള്ള പ്രമാണം, ജീവന് വേണ്ടിയുള്ള കൽപ്പന, പറഞ്ഞു കൽപ്പന അനുസരിച്ചാൽ നിങ്ങൾ ജീവിക്കും. അപ്പോൾ ജീവന് വേണ്ടിയുള്ള ആ പ്രമാണം എനിക്ക് മരണമായി എന്നാണ് വചനം പറയുന്നത്. എന്തുകൊണ്ടാണ് കാരണം? 8-ാമത്തെ വചനം പറഞ്ഞു, പ്രമാണം വഴി അവസരം കണ്ടെത്തി പാപം എല്ലാവിധ മോഹവും ജനിപ്പിച്ചു. 10 കൽപ്പനകളെ ഒരവസരമായി പിശാചി കണ്ടു. കൊല്ലരുത്, ഇതൊരവസരമായി സാത്താൻ കണ്ടു, നിയമം കൊണ്ടുവന്ന് കൊല്ലണം. വ്യഭിചാരം ചെയ്യരുത്, ദൈവത്തിൻ്റെ കൽപ്പനയാണ്. സാത്താൻ അതിൽ അവസരം കണ്ടെത്തി വ്യഭിചാരം ചെയ്യണം. മോഹിക്കരുത്, ദൈവത്തിൻ്റെ കൽപ്പനയാണ്. സാത്താൻ നിയമം കൊണ്ടുവന്നു മോഹിക്കണം. കർത്താവ് നിയമം അകത്തോട് പറഞ്ഞു, ആ മരത്തിന് ഭക്ഷിക്കരുത് എന്നുള്ള നിയമം വന്നതുകൊണ്ടാണ് സാത്താൻ വന്ന് പറഞ്ഞത് അത് ഭക്ഷിക്കണമെന്ന് പറഞ്ഞത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ദൈവം എന്ത് നിയമം പറയുന്നുവോ അതിന് നേരെ എതിർ ദിശയിൽ പിശാചിന് നിയമം വരികയാണ്. അവസരം കണ്ടെത്തുന്നു. ഏത് ദൈവത്തിൻ്റെ വചനത്തിനും സാത്താൻ അവസരം കണ്ടെത്തി അതിനെതിരായിട്ട് ആ മനുഷ്യനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. ഇവിടെ അങ്ങനെയാണ് ജീവന് വേണ്ടിയുള്ള പ്രമാണം നമുക്ക് മരണമായി നാശമായി മാറിയത്. എന്തുകൊണ്ടെന്നാൽ പാപം കൽപ്പന വഴി അവസരം കണ്ടെത്തി എന്നെ ചതിക്കുകയും അതുവഴി എന്നെ കൊല്ലുകയും ചെയ്തു. പാപം കൽപ്പന വഴി അവസരം കണ്ടെത്തി. ഇപ്പൊ ദൈവത്തിൻ്റെ നിയമങ്ങൾ ഉള്ളതുകൊണ്ട് അവസരം കണ്ടെത്തിക്കൊണ്ട് പിശാച് എന്നെ പ്രലോഭിപ്പിച്ചു, എന്നെ കൊണ്ട് പാപം ചെയ്യിപ്പിച്ചു, എന്നെ ചതിക്കുകയും എന്നെ കൊല്ലുകയും നശിപ്പിക്കുകയും ചെയ്തു. ഇതാണ് സംഭവിച്ചത്. അപ്പോൾ ഒരു മനുഷ്യൻ ചെയ്യുന്ന പാപങ്ങൾ അവനിൽ മാത്രം നിൽക്കുന്നില്ല. പിതാക്കന്മാരുടെ പാപങ്ങൾ, അപ്പന്മാർ ചെയ്യുന്ന പാപങ്ങൾ, അമ്മമാർ ചെയ്യുന്ന പാപങ്ങൾ അവർക്ക് പാപമാണ്. ആ പാപത്തിൻ്റെ സ്വാധീനം ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിലേക്ക് പകരപ്പെടുകയാണ്. അത് സംഭവിക്കുന്നു. പ്ലസ് ഇൻ അഡീഷൻ, ഇത് മാത്രമല്ല, ഇങ്ങനെ പകരപ്പെട്ട പാപത്തിൻ്റെ ഫലമായി ആ കുഞ്ഞിലേക്കൊരു ശാപം വരികയാണ്. തിന്മ സാത്താൻ അവസരം കണ്ടെത്തി, അവിടെ അശുദ്ധാത്മാക്കൾ അവസരം കണ്ടെത്തി. കാരണം അപ്പൻ്റെ പാപം, അതിൽ അവസരമുണ്ട് മക്കളെ ആക്രമിക്കാൻ. അവിടെ അശുദ്ധാത്മാക്കൾ അവസരം കണ്ടെത്തിക്കൊണ്ട് ഈ ശിശുവിൻ്റെ മേൽ, ഈ കുഞ്ഞിൻ്റെ മേൽ, കുട്ടിയുടെ മേൽ അവൻ അവകാശം പറയുകയാണ്, അവൻ അടിമപ്പെടുത്തുകയാണ്. പിന്നെ ഈ വ്യക്തി പാപത്തിൽ ജീവിക്കുന്നു, ഇവന് ലഭിക്കുന്നില്ല നാശങ്ങളാണ്, ജീവിതത്തിൽ അഭിവൃദ്ധിയില്ല, അനുഗ്രഹമില്ല, ഉയർച്ചയില്ല. ഇതാണ് ശാപം എന്ന് പറയുന്നത്, നിയമത്തിൻ്റെ ശാപം. അപ്പൊ നിയമം ലംഘിക്കപ്പെട്ടത് വഴി വന്ന പാപമാണ് ശാപം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ക്രിസ്. അപ്പം എൻ്റെ ഫാമിലിയിൽ എൻ്റെ ഫാദറിൻ്റെ സൈഡിൽ ഒരു ഹെറിഡിറ്ററി ആയിട്ട് രോഗം ഉണ്ടായിരുന്നു. അത് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറവെന്ന് പറയുന്നത്. അപ്പോൾ നോർമലി ഒരു മനുഷ്യൻ്റെ ബ്ലഡിലുണ്ടാകുന്ന പ്ലേറ്റ്ലെറ്റ് കൗണ്ട് 1 lakh to 4 lakhന് ഇടയ്ക്കാണെങ്കിൽ എനിക്ക് എപ്പോഴും ജസ്റ്റ് ബിലോ നോർമലാണ്, അതായത് 90,000 80,000 അങ്ങനെയാണ്. അപ്പോൾ ഒരു ദിവസം ഞാൻ കോളേജ് പഠിക്കുമ്പോൾ എനിക്ക് ചിക്കൻ ബോക്സ് പിടിച്ചായിരുന്നു. അപ്പോൾ പിടിച്ചപ്പോൾ എൻ്റെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറഞ്ഞ് 10,000 വരെ എത്തി. അപ്പം ഡോക്ടേഴ്സ് പറഞ്ഞു ഇതിലും കുറയുവാണെങ്കിൽ ഇൻറ്റേർണൽ ബ്ലീഡിങ് വരും, രോമം പിന്നെ നാക്കിൻ്റെ അവിടെ നിന്നൊക്കെ ബ്ലഡ് പുറത്തേക്ക് വരും. അത് കാരണം അവർ എക്സ്റ്റേണലി ഇഞ്ചെക്റ്റ് ചെയ്തു, പ്ലേറ്റ്ലെറ്റ് എക്സ്റ്റേണലി ഇഞ്ചെക്റ്റ് ചെയ്തു. അങ്ങനെയാണ് ഞാൻ ആ ചിക്കൻ ബോക്സിനകത്ത് സർവൈവ് ചെയ്ത് രക്ഷപ്പെട്ടത്.
അപ്പം ഇന്നലെ കാതറിൻ സിസ്റ്ററിൻ്റെ അന്തരിക സൗഖ്യ ധ്യാനത്തിന് ശേഷം സിസ്റ്റർ പറഞ്ഞു ശരീരത്തിലുള്ള രക്തമെല്ലാം ശുദ്ധിയാവട്ടെ എന്ന് പറഞ്ഞു. അപ്പം ആക്ച്വലി ഞാൻ അത്രയും നേരം ഞാൻ വിചാരിച്ചു എനിക്ക് രോഗമൊന്നുമില്ലല്ലോ ഒന്നുമില്ലെന്ന് ചിന്തിക്കുമ്പോഴാണ് പെട്ടെന്ന് പരിശുദ്ധാത്മാവ് എന്നെക്കൊണ്ട് ചിന്തിപ്പിച്ചു, ഓക്കെ ഇങ്ങനത്തെ ഒരു രോഗമുണ്ട്, ഇതിന് വെച്ച് പ്രാർത്ഥിക്കാമെന്ന് ആ രീതിയിൽ എൻ്റെ മനസ്സിലിങ്ങനെ വന്നു. സിസ്റ്റർ പറഞ്ഞു ഈശോ നമ്മുടെ ശരീരം പൊതിയിട്ട് പറഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും ഒരു ഫുൾ ഒരു തണുപ്പ് പോലെ ഫീൽ ചെയ്തു. എന്നിട്ട് അതിനുശേഷം പറഞ്ഞു നിങ്ങളെല്ലാവരും ഒന്ന് പരിശോധിച്ച് നോക്കാൻ പറഞ്ഞു സ്വന്തമായിട്ടുള്ള. അപ്പം ഞാൻ എൻ്റെ ഈ കയ്യിൽ ഈ സ്ഥലത്ത് എൻ്റെ സർവ്വശക്തിയും എടുത്തിട്ട് ഞാൻ നുള്ളി. സർവ്വശക്തി എന്ന് വെച്ചാൽ ഫുൾ ഫോഴ്സ്, കാരണം എനിക്കതൊന്ന് ടെസ്റ്റ് ചെയ്യണമായിരുന്നു. ഫുൾ ഫോഴ്സ് എടുത്ത് നുള്ളി. സാധാരണ ജസ്റ്റ് ഒന്ന് തട്ടുമ്പം പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞ ഒരാൾക്ക് ഇൻറ്റേർണൽ ബ്ലീഡിങ് ഉണ്ടായിട്ട് ബ്ലൂ കളറിൽ പെട്ടെന്ന് വരും. ജസ്റ്റ് ഒന്ന് തട്ടിയാൽ തന്നെ പെട്ടെന്ന് ബ്ലൂ കളറാവുന്ന ബോഡിയായിരുന്നു എൻ്റേത്. ഇന്നലെ ഞാൻ ഫുൾ ഫോഴ്സ് കൊണ്ട് കൊടുത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നോർമൽ ഒരു ആൾക്കാർക്ക് അത്ര ഫോഴ്സ് കൊടുത്താൽ ഉണ്ടാവുന്ന ഒരു ഇത് മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ. എനിക്കിത് സാക്ഷ്യപ്പെടുത്തണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ജൂലൈ 22 തോപ്പുംപടിയിൽ വൺ ഡേ മിറക്കിൾ റോഡ്സ് വെച്ചിരുന്നു. ആ മാസം 16-ാം തീയതി എനിക്കൊരു ഓപ്പറേഷൻ ഫിക്സ് ചെയ്തതാണ്. റൂമും ബുക്ക് ചെയ്ത് എല്ലാം ടെസ്റ്റെല്ലാം നടത്തി 15-ാം തീയതി അഡ്മിറ്റ് ചെയ്യണം. 16-ാം തീയതി ഓപ്പറേഷൻ തീരുമാനിച്ചിരുന്നു. അപ്പോൾ അന്ന് വെള്ളിയാഴ്ച ഞാൻ വീട്ടിൽ കിടക്കുമ്പോൾ 3 മണിയായപ്പോഴേക്കും എൻ്റെ ഉള്ളിലിരുന്ന് ഞാൻ നിന്നെ സൗഖ്യപ്പെടുത്തുന്ന ദൈവം എന്നുള്ള ആ ഒരു പാട്ട് എൻ്റെ ഉള്ളിൽ വരാൻ തുടങ്ങി. ഞാൻ പിറ്റേ ശനിയാഴ്ചത്തെ PROനെ വിളിച്ച് പറഞ്ഞ് ഞാനിപ്പോൾ ഓപ്പറേഷൻ ചെയ്യുന്നില്ല, ഓഗസ്റ്റ് 15 ശേഷം ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഇനി ചെയ്യുള്ളൂ. പക്ഷേ അതിന് ശേഷം ഒരു സ്കാനിങ് ചെയ്തു. എൻ്റെ പിത്തസഞ്ചിയുടെ എൻഡിൽ ഒരു കല്ല്. ഡോക്ടർ പറഞ്ഞു ഇത് മരുന്ന് കൊണ്ട് മാറില്ല, അത് പിന്നീട് നമുക്ക് നോക്കാമെന്ന് പറയും. രണ്ടാമത് സ്കാൻ ചെയ്തപ്പോൾ കർത്താവ് അത്ഭുതകരമായി ആ കല്ലെടുത്ത് മാറ്റി. സ്കാനിങ് കല്ലില്ല. മിറക്കിൾ റോസിൽ ഞാൻ സാക്ഷ്യം പറഞ്ഞ് ടോം ബ്രദർ എൻ്റെ ഡോക്ടറെ വിളിച്ച് പറഞ്ഞ് നിന്നെ ഓപ്പറേഷൻ ചെയ്താൽ വിട്ടുകൊടുക്കില്ല. അത് കർത്താവ് അതുപോലെ തന്നെ ഓപ്പറേഷൻ കൂടാതെ തന്നെ അതെടുത്ത് മാറ്റി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.